ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യത്തെ വീഡിയോ ഉണ്ട്. എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സോനു ആണ്. ഞാനൊരു എറണാകുളംകാരനാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബസ് ഡ്രൈവറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ടിട്ടാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ബൈക്ക് ഡെലിവറി എടുത്തേക്കുന്നത് കണ്ടിട്ടുണ്ടാവും, കാറ് ഡെലിവറി എടുത്തിട്ടുണ്ടാവും, സ്വന്തമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും വീട്ടിൽ വണ്ടി ബൈക്കും ഇതൊക്കെ എടുത്തിട്ട്. എന്നാൽ ഒരു ബസ് ഡെലിവറി എടുക്കുന്നത് വളരെ അപൂർവമാണ്. നമ്മുടെ ഒരു കോമൺ തിങ് അല്ലല്ലോ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ കണക്റ്റിന് വേണ്ടി വന്നേക്കുന്ന 2 BS6 വോൾവോ ഐഷർ വണ്ടി നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ സൂര്യയിലെ ഒരു സ്റ്റാഫായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുത്തതാണ്. വേറെ ഒന്നുമല്ല, ഞാനൊരു ഓൾ ഇന്ത്യ യാത്ര വേണ്ടി പോവുകയാണ്. ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓൾ ഇന്ത്യ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളായിരിക്കും യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എന്തെങ്കിലും ടിപ്പൊക്കെ തരാനുണ്ടെങ്കിൽ തരിക. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് ഇനി നേരെ സൂര്യയുടെ യാർഡിലോട്ട് പോകണം. അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. നമുക്ക് അവിടെ ചെന്ന് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അതിൻ്റെ കൂടെ തന്നെ അവിടെ കുറച്ച് വണ്ടികളുണ്ട്. നമുക്ക് അതും അതിൻ്റെ അകത്ത് കയറി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. എന്താണ് വോൾവോ, എന്താണ് സ്ലീപ്പർ വണ്ടി എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സൂര്യയുടെ യാർഡ്. ഇത് കണ്ടിട്ട് ആരും വോൾവോയുടെ യാർഡോ അല്ലെങ്കിൽ ഭാരത് ബെൻസിൻ്റെ യാർഡോ ആണെന്ന് വിചാരിക്കരുത്. കേരളത്തിലാണ്. ഇതെല്ലാം നമ്മുടെ സൂര്യയുടെ വണ്ടികളാണ്. ഇതിൻ്റെ അകത്ത് നൈറ്റ് സർവീസ് വണ്ടികളുണ്ട്, അതുപോലെ പാക്കേജ് വണ്ടികളുണ്ട്. എറണാകുളത്ത് ഇത്രയും ഭാരത് ബെൻസും വോൾവോ കളക്ഷൻ ഉള്ളത് സൂര്യക്ക് മാത്രമേ ഉള്ളൂ. സൂര്യയുടെ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സൂര്യയുടെ കേരളത്തിൽ ഈ വണ്ടിക്ക് മാത്രമേ പ്രത്യേകത ഉള്ളൂ. ഇവരിത് ആ പ്രത്യേകത ഇറക്കിയിട്ട് ഒരു 3-4 കൊല്ലത്തോളമായി. ആ ഒരു ബിസിനസ് ഐഡിയ ഒന്നും വേറെ ആരും ഇവിടെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സൂര്യക്ക് ഇത്രയും വലിയൊരു ഹൈപ്പ്. നമ്മുടെ അഖിലേൻ്റെ വണ്ടിയാണ്ട, ചെരുപ്പിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കൊല്ലും. അതുകൊണ്ട് നൈസായിട്ട് കയറാം. ഇന്റീരിയർ ഇപ്പം നിങ്ങൾ നോക്കണ്ട, കാരണം സീറ്റ് അവർക്ക് ഇച്ചിരി മുഷിച്ചാനുണ്ട്, ഇച്ചിരി ഇതൊക്കെയാണ്. വേറെ ഒന്നുമല്ല, ട്രിപ്പ് കഴിഞ്ഞ് വന്നുകൊണ്ടുണ്ടാകും. ഞാൻ വേറെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വണ്ടിയിലേക്ക് കൊണ്ടുവന്നത്. ഇതെന്താന്ന് മനസ്സിലായ? ഇത് ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ സൂര്യയിൽ വർക്ക് ചെയ്തിട്ട് ഞാനിത് കാണിച്ചു തന്നില്ലെങ്കിൽ മോശമല്ലേ? അതുകൊണ്ടാണ് ഇത് കാണിച്ചു തന്നത്. ഇത് ഫ്രിഡ്ജൊന്നുമല്ല, ഇതൊരു മിനി ബാത്റൂമാണ്. നമുക്ക് റണ്ണിങ് ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫോറിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനൊരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ്സ് ഭയങ്കര മോശമാണ് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് ഹൈജീൻ അല്ലാത്ത വാഷ്റൂമിൽ അവർക്ക് പോകാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു വാഷ്റൂം ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നതാണ്. ഇത് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടേക്കുന്നത് ഒരു 3 വർഷം 4 വർഷം മുമ്പ് ഇവരിത് ചെയ്തേക്കുന്നതാണ്. വണ്ടി എടുത്തപ്പോൾ പോലെ ചെയ്തേക്കുന്നതാണ്. ഇത് കേരളത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല. ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. അത്രക്ക് ബിസിനസ് മൈൻഡാണ് സൂര്യയുടെ. ഇവരും കൂടുതൽ ട്രിപ്സ് ചെയ്യണത് ഫോറിൻ ഗസ്റ്റിൻ്റെ ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്യണത്. അതുകൊണ്ട് അവർക്ക് ഈ സാധനം മസ്റ്റാണ്. നമുക്ക് തന്നെ പലപ്പോഴും ഇന്ത്യൻ വാഷ്റൂമിൽ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തന്നെ ആണെങ്കിൽ വാഷ്റൂമിൽ ചിലപ്പോൾ ഒറ്റക്കാലിൽ തപസ് ചെയ്തൊക്കെ നിന്ന് പോകേണ്ടി വരും. അങ്ങനത്തെ അത്രയും മോശം അവസ്ഥയാണ്. കാരണം ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ട് എനിക്കറിയാം, ഡ്രൈവർമാർ പോലും അത് യൂസ് ചെയ്യലുണ്ടോ, അത് ഗസ്റ്റിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. ബാക്കിയുള്ള വിശേഷമൊക്കെ കാണിച്ചു തരാം. അതാണ്ട അഖിലേണ്ട വണ്ടി, നമ്മൾ മറ്റേ ബാത്റൂം വണ്ടി കണ്ടത്. ഇത് സിനിച്ചേണ്ട വണ്ടി, ബാത്റൂം വണ്ടിയല്ല ഇത്. പക്ഷേ ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് V8 മോഡൽ വണ്ടിയാണ്. അതായത് കേരളത്തിൽ 4 ഈ V8 എന്ന മോഡൽ. B11R 7R എന്ന് കേട്ടല്ലോ, അതുപോലെ 8R ആണത്. 4 ഉള്ളൂ കേരളത്തിൽ. ഒന്ന് പ്രിൻസിക്കും ഗംഗക്കും സൂര്യക്കും, പിന്നെ ഒരെണ്ണം കോഴിക്കോടുള്ള ആർക്കാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്റ്റിയറിങ്ങും ബാക്കിയും ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം. ഇതാണ്ട സിരിച്ചേട്ടൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ആശാനായിട്ട് വരും കേട്ടോ. സിരിച്ചേട്ടൻ്റെ വണ്ടിയാണത്. പൊന്നു പോലെ, സ്വന്തം കൊച്ചിനെ പോലെ കൊണ്ടു നടക്കണത്. വണ്ടിയുടെ ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഞാൻ ബേസിക് ആയിട്ടൊരു ഐഡിയ തരാം. നിങ്ങൾക്ക് പെട്ടെന്നെല്ലാം പറഞ്ഞാൽ മനസ്സിലാവില്ല. വണ്ടി ഓടിക്കുന്നവർക്ക് കുറച്ചുകൂടിയൊക്കെ മനസ്സിലാവും. ഇതിപ്പോൾ സ്റ്റിയറിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിപ്പോൾ എല്ലാ വണ്ടികൾക്കും പറ്റും, ഒട്ടുമിക്ക കാറുകൾക്കെല്ലാം പറ്റും. വോൾവോയുടെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പെഡലാണ് വന്നത്. ആ പെഡലിൽ പയ്യെ ചവിട്ടി കൊടുക്കുമ്പോൾ സ്റ്റിയറിംഗ് ഇങ്ങനെ മുമ്പിലോട്ട് വരും, റിലീസാവും.
സ്റ്റിയറിംഗ് ഇങ്ങനെ വന്നത്. അതായത് എത്ര കുടവേറുള്ള ആൾക്കും വോൾവോ സുഖമായിട്ട് ഓടിക്കാം. കാരണം ചിലവർക്കുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് മുട്ടി ഇവിടെ വന്ന് നിൽക്കും, അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടാണ് ഓടിക്കാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും വലിയൊരു ഇത്രയും വൈഡായിട്ട് കിട്ടുന്നത് വോൾവോന് മാത്രമേ ഉള്ളൂ. ഭാരത് ബെൻസിന് പോലും ഇത്രയും വൈഡായിട്ട് കിട്ടൂല വോൾവോടെ. പിന്നെ ഇതിന്റെ അകത്ത് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ഹൈറ്റ് ചെയ്യാൻ, അതുപോലെ വണ്ടി താത്താനായിട്ട് പറ്റും. അതാണ് മെയിൻ ഫീച്ചർ. പിന്നെ എൻജിൻ കട്ട്, ബാറ്ററി സ്വിച്ച്, പിന്നെ വണ്ടി സ്ലിപ്പറി ആവാണ്ടിരിക്കാനായിട്ട് നമ്മൾ മറ്റേ ഈ ഹൈ റേഞ്ചൊക്കെ കയറാൻ നേരത്ത് വണ്ടി ഇറങ്ങി പോരാണ്ടിരിക്കാനുള്ള ഫീച്ചർ. അതായത് നമുക്ക് കാശ് കൊടുക്കുന്തോറും ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ പോലെ വോൾവോ നമുക്കൊരു 1000 കിലോമീറ്ററൊക്കെ ഇരുന്നിരിപ്പിൽ ഓടിക്കാൻ പറ്റും. കാരണം അത്രയും ഫീച്ചേഴ്സാണ് ഈ വണ്ടിയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത്, ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V8 വണ്ടിയാണ്. ആകെ കേരളത്തിൽ 4 വണ്ടിയുള്ളൂ. അതൊന്നിരിക്കുന്നത് സിരിച്ചേട്ടൻ്റെ കയ്യിലാണ്. അതിരിക്കുന്നത് കൊണ്ട് എനിക്കൊക്കെ കുറച്ച് ഗുണമുണ്ടായിട്ടുണ്ട് സത്യം പറയുക. V8 എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ എഞ്ചിനാണ്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയിലും എയർ ബാഗുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ എയർ ബാഗ് ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഈ വണ്ടിയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ, അതായത് ഇവിടെ ഒരു എമർജൻസി സ്വിച്ച് ഉണ്ട്. ഇത് ഫയർ സ്വിച്ച് ആണത്. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും വയർ ഷോർട്ട് കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ചെറിയൊരു ഫയറൊക്കെ വരികയാണെങ്കിൽ ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ വരുന്നത്. അതാണ് ബാക്ക് എഞ്ചിൻ വണ്ടി എന്ന് പറയുന്നത്. ആ ബാക്കിൽ പൗഡർ സ്പ്രെഡായി എഞ്ചിൻ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യും. ബാക്കി ബോഡി കാര്യങ്ങൾ ചെറിയ എന്തെങ്കിലും ഇതുണ്ടെങ്കിലും എഞ്ചിൻ സേഫ് ആയിരിക്കും എന്നാണ് കമ്പനി പറയണത്. പിന്നെ ഈ വണ്ടിക്ക് റിട്ടാർഡർ ഉണ്ട്. റിട്ടാർഡർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭാരത് ബെൻസും ഇതും വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റൂല. ഞാനൊക്കെ ഭാരത് ബെൻസാണ് ഏറ്റവും കൂടുതൽ ഓടിച്ചേക്കുന്നത്. ബോൾ വെച്ച് നോക്കാൻ നേരത്ത് ഇതിന്റെ റിട്ടാർഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്മൂത്താണ്. പിന്നെ എന്താ പറയാ, മിറേഴ്സൊക്കെ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ് വന്നത്. അപ്പോൾ ഭാരത് ബെൻസിലും വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോൾവോന് സ്വന്തമായിട്ടൊരു ട്രെയിനിങ് വരുന്നുണ്ട്. എന്നാൽ മാത്രമാണ് ഈ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഏത് വണ്ടിയാണെങ്കിലും ഇപ്പോൾ ഭാരത് ബെൻസിന് ട്രെയിനിങ് ഒന്നും വേണ്ട. നമുക്ക് കമ്പനിയുടെ ഷോറൂമിൽ ആർക്ക് വേണമെങ്കിലും ഹെവി ഉള്ളവർക്ക് ഓടിക്കാം. പക്ഷെ വോൾവോ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഓടിക്കാൻ പറ്റില്ല. നമ്മൾ സപ്പോസ് വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ വണ്ടിയോട് കയറി ഇരുന്ന് പെട്ടെന്ന് ഓടിക്കാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല. അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പഠിച്ചാൽ മാത്രമാണ് ഈ വണ്ടിക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും നിൽക്കട്ടെ, നിങ്ങളെ കൂടുതൽ ഞാൻ കൺഫ്യൂസ് ആക്കുന്നില്ല. ഞങ്ങൾക്ക് വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ എല്ലാവരും പുറത്ത് വെയിറ്റിംഗ് ആണ്, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷം കാണാം. ഇതിപ്പോ ഹരിതയുടെ സീറ്റാണ് വന്നത്. വോൾവോയിൽ കയറാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കാണിച്ചു തന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവും വോൾവോ എന്നൊക്കെ കേൾക്കാൻ നേരത്ത്, എസ്പെഷ്യലി വണ്ടിപ്രാന്തന്മാരായിട്ടുള്ള പിള്ളേർക്കൊക്കെ. നമ്മളിതേ നമ്മുടെ കുട്ടി വണ്ടി കൊണ്ടാണ് പോണത്. ഇത് കുട്ടി വണ്ടി തന്നെ 34 സീറ്റല്ല, 19 സീറ്റാണ്. സ്പെഷ്യലി ഫോർ സായിപ്പ് ഓടാൻ വേണ്ടി ഇട്ടേക്കുന്ന വണ്ടിയാണ്. അങ്ങനെയല്ല, എല്ലാവർക്കും ഓടാം. പക്ഷേ വണ്ടിയുടെ വലിപ്പം കാണാൻ നേരത്തെ വണ്ടിയുടെ വലിപ്പം കാണിച്ചു തരാം. നമ്മുടെ 34 സീറ്റിൻ്റെ വലിപ്പമാണ് ഈ വണ്ടിക്ക്. പക്ഷേ ഇതിൻ്റെ അകത്ത് 19 സീറ്റുള്ളൂ. എല്ലാവരും റെഡിയായി. ജോസേനുണ്ട്, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണം. നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങുകയുണ്ടോ, എല്ലാവരും ഉണ്ട്. നമ്മുടെ ഡ്രൈവറും പ്രദീപേട്ടൻ്റെ ഓഫീസിലാണ്. അത് അനൂപേട്ടൻ്റെ കൊച്ചാണ്. അനൂപേട്ടനുണ്ട്, ആശാൻ, പിന്നെ സിനിച്ചേട്ടൻ ഞാൻ നേരത്തെ കാണിച്ചത്. ഇതാണ് ആശാൻ, അനൂപാശാൻ, ജോസേട്ടൻ, ഇന്നത്തെ സാരഥി വിളിച്ചേട്ടനാണ് നമ്മളെ കൊണ്ട് പോകണത്. ഒരു പൊളി വിളിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി ഇത് സെറ്റായി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരാളോടി വരാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പയ്യെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ. അങ്ങനെ ദേ നമ്മൾ പെരുമ്പാവൂരുള്ള ഐശ്വറിൻ്റെ ഷോറൂമിലോട്ട് വന്ന് കയറുമ്പോൾ നേരെ ഫ്രണ്ടിൽ നമുക്ക് കാണാം ദേ സൂര്യയുടെ 2 പുത്തൻ വോൾവോ ഐശ്വർ. എന്താ പറയുക, ഭയങ്കര ഒരു ഭീകര ഫീലാണ് കേട്ടോ വണ്ടി.
BS6 ഐഷർ വോൾവോ. കേരളത്തിലെ സൂര്യയുടെ ആദ്യത്തെ 2 വണ്ടി നമ്മളിത് കയറിയിരിക്കുകയാണ്. എൻ്റെ മോനെ അത് കലക്കി. ഡാഷ്ബോർഡ് തന്നെ നോക്കിയേ, നമ്മുടെ ആ വോൾവോ ഒക്കെ കണ്ടില്ലേ, ഏകദേശം അതുപോലെയൊക്കെ തന്നെയല്ലേ. വണ്ടികളൊക്കെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട്. ചെറിയ കൊള്ളാം. നമുക്ക് എന്തായാലും ഡാഷ്ബോർഡിലോട്ട് വരാം. ഇപ്പം ഞാൻ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. അയ്യവാ, ഇതെന്തായാലും പൊളിച്ചേട്ടാ. നമ്മുടെ സൂര്യയുടെ ആദ്യത്തെ പാറ്റേൺ ആണ് ഇങ്ങനെ ഞാൻ കണ്ടേക്കുന്നത് വണ്ടിയിൽ. സൂര്യ കണ്ടിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള വണ്ടിയിലൊക്കെ ഞാൻ വോൾവോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പുതിയ മോഡൽ വോൾവോ കണ്ടിട്ടുണ്ട്. സെയിം എക്സാക്ട് സെയിം വോൾവോ ഐഷർ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതൊക്കെ തന്നെയാണ്. ഇൻറ്റീരിയറും ബാക്കിയെല്ലാം അകത്തോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം വോൾവോ ഐഷറിൻ്റെ വോൾവോയുടെ തന്നെ സെയിം മോഡലാണ്. കട്ടൺ കളേഴ്സൊക്കെ നോക്കിയാൽ യെല്ലോയിൽ ഒരു ക്രീം കളറ് ഇത് വന്നേക്കണം, അതിൽ യെല്ലോ കളർ കർട്ടൻസ് വന്നേക്കണം, ബ്രൗൺ കളർ ലെതർ ടൈപ്പ് സീറ്റ്സ് വന്നേക്കണം. ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് സർവീസ് വണ്ടിയിൽ, സ്ലീപ്പർ വണ്ടികളിൽ ഭയങ്കര അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ഫുൾ ടൈം നമ്മൾ കിടക്കൂല. അപ്പോൾ നമ്മൾ എഴുന്നേറ്റിരിക്കും നമുക്ക്. അപ്പോൾ ഒന്ന് ചാരാനായിട്ട് ഭയങ്കര യൂസാണ്. എനിക്ക് തോന്നുന്നത് റിമൂവബിളാണ്. ഇത് സിബ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ. വാഷ് ചെയ്യാനൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ സുഖമായിരിക്കുള്ളൂ. കൊള്ളാം, അടിപൊളി. സ്ലീപ്പർ വണ്ടി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർ അല്ലെങ്കിൽ നമ്മൾ ഹൈദരാബാദൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ വണ്ടി ചൂസ് ചെയ്യുന്നത് കൂടുതലും അടിപൊളിയായിരിക്കും. കാരണം കിടന്ന് സുഖമായിട്ട് ഉറങ്ങി പോവാം. കാരണം ഇങ്ങനെയുള്ള അഡ്വാൻസ് വണ്ടികളിൽ നമ്മൾ ഒരിക്കലും കുടുക്കവും ചാട്ടവും അങ്ങനെയുള്ളതൊന്നും അറിയൂല. പിന്നെ ഒരു എമർജൻസി എക്സിറ്റ് വന്നിട്ടുണ്ട്. അത് എല്ലാ വണ്ടികൾക്കും ഇവിടെ വേണം എന്നുള്ളതാണ്. അത് ഇതിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു പുറത്തോട്ട് ഇത് വെക്കാനാന്ന് തോന്നുന്നത്. എമർജൻസി ഡോറ് തുറന്നിട്ട് നമുക്ക് ചാടേണ്ടി വരില്ല. ഇതങ്ങോട്ട് താത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും. കൊള്ളാം. പിന്നെ നമ്മുടെ ചാർജിങ് പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ തന്നെയാണ് മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള. പിന്നെ ഇതൊക്കെ ലൈറ്റിൻ്റെ സ്വിച്ചസ് ആയിരിക്കുള്ളൂ ഈ രണ്ടും. പിന്നെ ബ്ലോവേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റൊക്കെ കൊടുത്തേക്കണം നോക്കിയാൽ അടിപൊളി. അറിയണില്ല, ബോഡിയോട് സെയിം ലെവലിൽ തന്നെ. കുറച്ചുകൂടി ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ചെയ്യാൻ സുഖമായിരിക്കും കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട്. പിന്നെ സെൻറ്ററിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട് 2 സൈഡും. സ്പീക്കേഴ്സ് ചെറുത് വരുന്നുണ്ട്. ഓവറോൾ വണ്ടി വെറുതെ പൊളി. എനിക്ക് കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു റിച്ച് ലുക്കായിരിക്കും. കാരണം നൈറ്റ് വിഷനോട് ഞാൻ കാണിച്ചു തരാം. കാരണം ഇതിൻ്റെയൊക്കെ ഈ ലൈറ്റ് വന്നേക്കുന്നത് ഗോൾഡൻ കളറായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റിച്ച് ലുക്കായിരിക്കും കാണാനായിട്ട്. നമുക്ക് ബാസ്ക്കറ്റ്സ് വരുന്നുണ്ട്, ലഗേജ് കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് വെക്കാനായിട്ട്. സീറ്റൊക്കെ നല്ല പുത്തൻ സീറ്റ്, പുതുപുതൻ സീറ്റ്. വണ്ടി കൊള്ളാം ഓവറോൾ. ഫ്രണ്ട് ഡാഷ് ഇവിടെ നമുക്ക് കുഷ്യൻസ് കാര്യങ്ങളൊക്കെ വരും. എന്നാലേ കുറച്ചുകൂടി ഇതുണ്ടാവുള്ളൂ. ഡോർസ് കുറച്ചുകൂടി വൈഡായി. ഫ്രണ്ട് ടോട്ടലി എൻറ്റയർലി മാറിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഞാൻ കണ്ടിട്ടില്ല ഒരു വണ്ടിയിലും. ഐഷർ വോൾവോയിൽ ഇവർ പുതിയതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഏതെങ്കിലും ഒരു വണ്ടിയുടെയൊക്കെ ചെറിയൊരു ഇത് വരും, ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് അങ്ങനെയല്ല, ടോട്ടലി എൻറ്റയർലി മാറിപ്പോൾ കേട്ടോ. സാധനം കൊള്ളാം. 2 ലൈറ്റ് വരുന്നുണ്ട്, AC ബ്ലോർ വരുന്നുണ്ട്, ഡോക്യുമെൻറ്റ് ബോക്സ് വെക്കാനുള്ള, ഡോക്യുമെൻറ്റ്സൊക്കെ വെക്കാനുള്ള സീറ്റ് എയർ സീറ്റാണ്. സ്റ്റിയറിങ്ങും ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതേ പിന്നെ വന്നേക്കുന്നത് നമ്മുടെ സൂര്യ കണക്റ്റിൻ്റെ സീറ്റ് നമ്പർ U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പറാണ്, L എന്ന് പറഞ്ഞാൽ ലോവർ. ഇത് 36 ബെർത്താണ് കേട്ടോ. 36 പേർക്ക് ഇതിൻ്റെ അകത്ത് കിടക്കാം. നമ്മുടെ ബാക്കിയുള്ള വണ്ടികളൊക്കെ വന്നേക്കുന്നത് 30 സീറ്റാണ്. ഇത് 13.5 അടി ചേസാണ്. അതാണ് ഇത്രയും വണ്ടിക്ക് വലിപ്പം. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ ഡിക്കി സ്പേസ്. സെയിം വോൾവോ സെയിം സിസ്റ്റമാണ് ഇതിനും യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഡിക്കി വരുന്നത് 1, 2, 3, 4, 5 ഡിക്കിയാണ്. ഇതിൻ്റെ അകത്ത് ലഗേജ് സ്പേസ് നല്ല ലാഭിഷ് ലഗേജ് സ്പേസാണ്. കാണിക്കേണ്ട കാര്യമില്ല. എത്ര ലഗേജ് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ 2 ബസ്സിൻ്റെ ലഗേജ് ആണെങ്കിലും കൂളായിട്ട് വണ്ടിയിലോട്ട് കയറിക്കോളും. ഈസി ആയിട്ട് കയറും. നമുക്ക് ഒരു ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം അത്രയും സ്പേഷ്യസ് ആണ് വണ്ടി. ഡിക്കി സ്പേസിൽ, ലഗേജ് സ്പേസിൽ. വണ്ടിയുടെ അകം തന്നെ വണ്ടിക്ക് നല്ല ഹൈറ്റാണ്. എത്ര ഹൈറ്റുള്ള ആളാണെങ്കിലും
തല മേളിലും മുട്ടൂല. ഭാരത് ബെൻസ് കുറച്ച് കമ്പാരിറ്റീവ്ലി ഈ വണ്ടീനെ വെച്ചിട്ടാണെങ്കിലും ഹൈറ്റ് കുറവാണ്. ഈ വണ്ടിക്ക് നല്ല ഹൈറ്റാണ് കേട്ടോ. അതുപോലെ വിട്ട് ഇത് 13.5 അടി മീറ്റർ വണ്ടിയാണ്. 13.5 അടി. അതുകൊണ്ടാണ് ഇത് 36 സീറ്റ് വന്നത്, 36 ബെർത്ത് വന്നത്. ഓക്കെ, 36 പേർക്ക് ട്രാവൽ ചെയ്യാം ഈ വണ്ടിയിൽ. അതാണ് 13.5 അടി മീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ അവസരം വെയിറ്റിങ്ങിന് ഒരു സമാപനം. ശരത്തേണ്ണും ശരത്തേൻ്റെ അച്ഛനും പിന്നെ ശരത്തേൻ്റെ മകനും വന്ന്, പിന്നെ ശരത്തേൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായി. പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് പിന്നെ ഞങ്ങളധികം ഒട്ടും പുറത്ത് നിന്നില്ല, കാരണം ഒരു രക്ഷയില്ല ചൂട്. അപ്പോൾ ഞങ്ങൾ ഓഫീസിൻ്റെ അകത്തോട്ട് കയറി പിന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ആ വൈറ്റ് ഷർട്ടും മുണ്ടെടുത്തേക്കുന്നതാണ് ശരത്തേട്ടൻ. തൊട്ടപ്പുറത്ത് വെക്കുന്നത് അശോകേട്ടൻ, അതും നമ്മുടെ മാനേജറാണ്. പിന്നെ അനൂപേട്ടൻ ഞാൻ നേരത്തെ കാണിച്ചു വന്നല്ലോ. അപ്പം നമ്മുടെ പ്രധാന പരിപാടി കീ ഹാൻഡ് ഓവർ. അങ്ങനെ നമ്മുടെ വണ്ടിയിലൊക്കെ കീ ഹാൻഡ് ഓവറൊക്കെ കഴിഞ്ഞ് ദേശാർത്ഥമായിട്ടും വണ്ടിയുടെ അകത്തോട്ട് കയറി. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, 2 വണ്ടി കയറി നോക്കി. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ആശാൻ കാര്യമായിട്ടുള്ള എന്തോ പരിപാടിയിലാണ്, എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ ആശാൻ കയറി ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഒരു വണ്ടി ജോസേട്ടൻ കയറി സ്റ്റാർട്ട് ചെയ്തു, ഒരു വണ്ടി ജോസേട്ടനും ഒരു വണ്ടി ആൽബിനുമായിട്ട് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ആ പരിപാടിയൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ചേച്ചിമാർ വന്നിട്ട് നമുക്ക് നല്ലൊരു ചൂട് ചായ തന്നു. അങ്ങനെ അതേ ജോസേട്ടൻ ഹോട്ട് സീറ്റിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോഴേക്കും ടെക്നീഷ്യന്മാർ വന്ന് നമ്മുടെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയാണ്, എന്തൊക്കെയാണ് ഏതൊക്കെയാണുള്ളത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഇൻറ്റീരിയറിൽ ലൈറ്റ് കാര്യങ്ങൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയറിലെ ലൈറ്റ് കാര്യങ്ങളെല്ലാം വന്നത്. നമുക്ക് ഇൻറ്റീരിയറിൽ മെയിൻ സെൻട്രലായിട്ട് ഒരു ക്രീം ലൈറ്റും വരുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലൂ ലൈറ്റ് വരുന്നുണ്ട്. ബ്ലൂ ലൈറ്റ് വെള്ളി വീടാനെ. ആ ബ്ലൂ ലൈറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് ടൈമിൽ അത്യാവശ്യം എല്ലാവരും കയറി ടിക്കറ്റ് ആയി കഴിയാൻ നേരത്ത് നമ്മൾ ഈ വൈറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഈ ബ്ലൂ മാത്രം ഇടും. ആ ബ്ലൂ ഇടണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വല്ല വാഷ്റൂമിന് പോകാനോ ഒന്ന് നിലത്തേക്ക് ഇറങ്ങണമെങ്കിലോ വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലൂ മാത്രം ഇടുന്നത്. അത് നല്ലൊരു ഓപ്ഷനാണ്. സാധാരണ താര ആണ് ആൾക്കാർ ഇടുന്നത്. താരയുണ്ട് കേട്ടോ 2 സൈഡിലും വൈറ്റ് ലൈറ്റ് വരുന്നത്. നിങ്ങൾക്ക് എന്തോരം കാണാൻ പറ്റണമെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ 2 ലൈറ്റ് വന്നത്, അത് റീഡിങ് ലൈറ്റും പിന്നെ നോർമൽ ലൈറ്റായിട്ട് വന്നത്, അത് നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാം.
സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടിൻ്റെ. പിന്നെ ഒരു ബ്ലോവർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ ബാക്കിയുള്ള ബെൻസിനേക്കാളും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടൻ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴേന്ന് ഇങ്ങനെ വീണ് ഇങ്ങനെ പോകും. അപ്പോൾ കാറ്റ് വീശുമ്പോൾ വീണ് പോകും, അല്ലെങ്കിൽ വണ്ടി അങ്ങോട്ട് കിടക്കട്ടെ കണക്കെ തിരിയുമ്പോൾ വീണ് പോകും. ഇത് നമുക്ക് ഇതിന് സെപ്പറേഷൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ടോയിൻ കൊടുത്തേക്കണം. ഈ ടോയിൻ്റെ അതുകൂടിയാണ് നമ്മുടെ കട്ടൻ വന്നിരിക്കുന്നത്. അപ്പോൾ കട്ടൻ ഇങ്ങനെ വലിച്ചിട്ട് എരിയാൻ നേരത്ത് ഒരു കാരണവശാലും കട്ടൻ നീങ്ങിപ്പോവില്ല. കണ്ട, നീങ്ങിപ്പോവില്ല. ഇവിടെ ടൈറ്റായിട്ട് നിന്നോളും. നല്ല പ്രൈവസിയാണ്. ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് പ്രൈവസി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഞരമ്പുകൾ ഉണ്ടാവുമല്ലോ, അവരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് ഏറ്റവും നല്ലൊരു അടിപൊളി ഡിസിഷനാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഡബിൾ ബർത്ത്, ഇനിയിപ്പോൾ സിംഗിൾ ബർത്ത് കിട്ടാത്തവർക്ക് ഡബിൾ ബർത്തിൽ കിടന്നു കഴിഞ്ഞാലും ആ സെയിം തന്നെ നമുക്ക് ഇവിടെ ഒരു പുതിയൊരു സെപ്പറേഷൻ വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഈ കർട്ടൻ അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ, രണ്ടും ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അതൊരു പാർട്ടീഷൻ ഇതൊരു പാർട്ടീഷൻ അങ്ങനെ ഇങ്ങനെ കിടക്കുകയും ചെയ്യാം. ഓക്കെ, ഓവറോൾ വണ്ടി ലൈറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, നൈറ്റ് ആയി കഴിയുമ്പോഴേക്കും വണ്ടിയുടെ ആ ഒരു ക്രീം കളർ ലൈറ്റിംഗ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. നമുക്കറിയാം ഒട്ടുമിക്ക വണ്ടിയുടെ അങ്ങനെ തന്നെയാണ്. അതൊരു പ്രീമിയം ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ടച്ച് കിട്ടിയിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും പറയാനില്ല, അടിപൊളി. ആകെ എനിക്കൊരു മിസ്സിങ് തോന്നിയത് ചാനൽ ലൈറ്റ് എന്ന് പറയും. അതായത് നമ്മുടെ ഇവിടെ കണ്ട, ഇവിടെ ഒരു ലൈറ്റ് വരുന്നു. അപ്പോഴാണ് നൈറ്റ് കാണുമ്പോൾ ലൈറ്റ് ഇങ്ങനെ ഷെയ്ഡ് ഇറങ്ങും. ലൈറ്റിന് ഷെയ്ഡ് ഗ്ലാസ്സിലോട്ട് ഇറങ്ങുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ദിസ് ഈസ് ഓക്കെ, അടിപൊളിയാണ്. അവരുടെ പുതിയ കൺസെപ്റ്റ് കൊള്ളാം. ഇത് എടുത്തു പറയേണ്ടത് തന്നെ ഒരു കാര്യമാണ്. ഭാരത് ബെൻസിലില്ല, പക്ഷേ ഐഷർ വോൾവോയിലുണ്ട്. ഭാരത് ബെൻസിൽ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ആൾക്കാർ എമർജൻസി വരുമ്പോൾ എടുത്ത് ചാടണം. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ ഏണി അങ്ങോട്ട് താഴത്തോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും സുഖമായിട്ട് ഡോറ് തുറന്ന് എമർജൻസി സിറ്റുവേഷനിൽ ഇറങ്ങാം. അങ്ങനെ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഒരു എക്സ്റ്റിങ്വിഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഷറിൻ്റെ പടി കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. നമുക്ക് കയറാനും ഇറങ്ങാനും കുറച്ചും കൂടി എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാരത് ബെൻസായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല വിട്ടാണ്. നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇറങ്ങാം വണ്ടി. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് വണ്ടി ഇത് ഫുള്ളായിട്ട് എല്ലാ പാസഞ്ചറുമായിട്ടും വണ്ടി അങ്ങനെ ഓടട്ടെ. നമുക്ക് ഈ 2 എന്നുള്ളത് 4 ആവട്ടെ. ഇപ്പോൾ ഒരുപാട് വണ്ടിയുണ്ട് ഷാരിദ് സാറിന്. അതിൻ്റെ കൂടെ തന്നെ ഇനിയും വോൾവോ ഐഷർ നമുക്ക് വരട്ടെ, വോൾവോ വരട്ടെ, സ്കാനിയ വരട്ടെ, എല്ലാം വരട്ടെ. നമുക്ക് പുതിയ വണ്ടികൾ ഇങ്ങനെ വരട്ടെ. അപ്പോൾ സൂര്യകാന്തിന് എല്ലാവിധ ആശംസകളും. അങ്ങനെ വണ്ടിയുടെ എല്ലാ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. ടെമ്പററി നമ്പർ ഒട്ടിച്ചു. ഇനിയിപ്പോൾ ജോസേട്ടൻ്റെ വണ്ടി ഫസ്റ്റ് ഇപ്പോൾ എടുക്കും. നമ്മുടെ കേരളത്തിലെ റോഡുകളിലേക്ക് വോൾവോ ഐഷർ ഇറങ്ങുകയാണ് സൂര്യയുടെ പേരിൽ. അതൊരു ഭയങ്കര സന്തോഷമുണ്ട്. വണ്ടി ഇതേ നോക്കിയാൽ ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ ഭയങ്കര ഒരു ഭീകരതയില്ലേ, പക്ഷേ അകത്തിരുന്ന് ഓടിക്കാനായിട്ട് സൂപ്പറാണെന്നാണ് ജോസേട്ടൻ പറഞ്ഞത്. ഇറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു പ്ലഗ് കിട്ടി, വേറെ ഒന്നുമല്ല. ആ ഒരു ഐഷറിൻ്റെ ഷോറൂമിൽ തന്നെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ടായിരുന്നു. വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചുകൂടി കുറവായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടി. പിന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഹൈവേയിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരോട് കൈയും കാലൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ നൈസായിട്ട് ഇറക്കിയത്. ഒരു വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ പുറകിൽ ഒരു വണ്ടി കൂടി കിടപ്പുണ്ട് ഇറങ്ങാനായിട്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നു. എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതെ എല്ലാവരോടും സോറി ചോദിക്കുകയാണ്. ഇങ്ങനൊരു വണ്ടി അവിടെ നിന്ന് ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ ചില്ലറൊരു കാര്യമല്ല. കാരണം ആ വണ്ടിയുടെ വലിപ്പം ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് കാണുള്ളൂ. അപ്പോൾ അതെ ആൽബിൻ റെഡിയാണ് ഇറങ്ങാനായിട്ട്. ആ സ്ലോപ്പ് ഒരു പ്രത്യേക സ്ലോപ്പ് തന്നെയാണ്. കാരണം നോക്കിയും കണ്ട് ഇറക്കിയില്ലെങ്കിൽ അടി ചെറുതായിട്ടൊന്നും തട്ടും. കാരണം പുത്തൻ വണ്ടിയല്ല. അപ്പോൾ നമുക്ക് ഭയങ്കര സേഫായിട്ട് ഇറക്കണം. പിന്നെ പറഞ്ഞ പോലെ അതേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ, വണ്ടിക്കാരും നിർത്തി തരുന്നില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു 5, 6, 7 പേര് വണ്ടിയുടെ 2 സൈഡിൽ നിന്ന് സൈഡും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് വണ്ടി നമ്മളങ്ങനെ ഇറക്കിയത് കേട്ടോ. അങ്ങനെ 2 വണ്ടി ഒഫീഷ്യലി പുറത്തേക്ക് ഇറങ്ങി. റണ്ണിങ് സ്റ്റേജ് ആയിട്ടില്ല, ഇനി നമുക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് വണ്ടി ഒന്ന് ഇറങ്ങി, അതിൻ്റെ ഒരു സന്തോഷം. അങ്ങനെ ഷോറൂമിൽ നിന്ന് ഇറക്കി ഞങ്ങൾ വണ്ടി 2 സൈഡിൽ പാർക്ക് ചെയ്ത്, വേറെ ഒന്നുമല്ല സൈഡിൽ ഡിക്കി കാര്യങ്ങളൊക്കെ എല്ലാം ലോക്കാണോ സെറ്റാണോ നോക്കാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ വണ്ടീനെ കുറിച്ച് എന്തോരം പറഞ്ഞാലും തീരൂല. അത് വണ്ടി ഭ്രാന്തന്മാർക്ക് അങ്ങനെയാണ് കേട്ടോ.
ഗ്രൗണ്ടിലോട്ട് നമ്മൾ ഡീസലടിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊന്ന് മോണിറ്റർ ഓണാക്കി നോക്കിയതാണ്. അപ്പോഴാണിത് വോൾവോ. അത് കൊള്ളാട്ടോ, അത് അടിപൊളിയായിട്ടുണ്ട്, നൈസാണ്. പിന്നെ ആൽബിൻ ഇറങ്ങിയ തക്കത്തിൽ തന്നെ അതെ ആശാൻ നമ്മുടെ ഹോട്ട് സീറ്റ് കയ്യേറിയേക്കുകയാണ്. പുതിയ വണ്ടിയാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ക്രേസാണല്ലോ. ഓ, അങ്ങനെ അറ്റം ചെന്ന് മുട്ടല്ല. നമ്മളെ DS6 ഐശ്വര്യ വോൾവോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓടിച്ചു നോക്കാം. ഒന്നും പറയാനില്ല, പുത്തൻ വണ്ടി ആയതുകൊണ്ട് കുറച്ച് ഗിയർ ടൈറ്റ് ഉണ്ട്. അത് ഓടി സെറ്റ് ആവും ഗ്രീസ് അടിച്ച്. ബാക്കി വെച്ച് നോക്കുമ്പോ ഒരു വോൾവോ ഓടിക്കുന്ന ഫീല് തന്നെയാണ് നമുക്ക് വണ്ടി തന്നത്. കാരണം വണ്ടിയുടെ സസ്പെൻഷൻ ഫ്രണ്ടും ബാക്ക് വേറാണ്, ഫ്രണ്ട് ഡിസ്ക് ആണ്. അതുകൊണ്ട് വണ്ടി ഈ പിള്ളേർ തൊട്ടില് താട്ടൂല് ആ ഒരു മൂടാണ്. വണ്ടി കാല് കൊടുത്തെങ്കിൽ അതുപോലെ വണ്ടി കയറിക്കോളും. നമുക്ക് കയറ്റാൻ പറ്റിയ റോഡൊന്നും കേരളത്തിലില്ല. അതിന് നമ്മൾ ഇൻഡസ്ട്രിയേറ്റ് കയറണം, എന്നാലും മാത്രമേ നമുക്ക് ആ റോഡ് കിട്ടുള്ളൂ. ബ്രേക്കിലൊക്കെ ഭയങ്കര സ്മൂത്താണ് വണ്ടി. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണല്ല ടോട്ടലി. വണ്ടി എന്താ പറയാ, ഒരു ലൈനൊക്കെ ലാൻഡ് ചെയ്യണ ഒരു മൂടാണ്. ഐശ്വരെ കുറിച്ച് എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നത് ഐശ്വര്യ എഞ്ചിനെ കുറിച്ചിട്ട്. പക്ഷെ ഐശ്വര്യ എഞ്ചിനിൽ ബോഡി കയറി കഴിഞ്ഞപ്പോഴേക്കും വേറെ മൂടായിട്ടൊന്നും പറയാനില്ല. വലിപ്പോന്നും കണ്ടിട്ട് നിങ്ങൾ വലിയൊരു സംഭവം വിചാരിക്കണ്ട. വണ്ടിക്ക് കുറച്ചുകൂടി ഹൈറ്റ് കൂടിയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഹൈറ്റിലാണ് ഇരിക്കുന്നത്. റോഡ് ക്ലിയറൻസ് നല്ല അടിപൊളിയാണ്. സീറ്റ് നല്ല കംഫോർട്ടാണ്. വണ്ടിക്ക് കുറച്ചുകൂടി നീട്ടം കൂടുതലുണ്ട്, ഹൈറ്റും കൂടുതലുണ്ട്. നമ്മൾ ഓടിക്കുമ്പോൾ അതിനനുസരിച്ച് നോക്കി ഓടിച്ചാൽ മാത്രം മതി. ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ളവർക്കും വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്കും വണ്ടി ഓടിക്കാന്നേ ഉള്ളൂ. വലിയ സംഭവമായിട്ട് നിങ്ങൾ നോക്കണ്ട. അങ്ങനെ ദേ രണ്ട് വണ്ടിയും ഡീസലൊക്കെ അടിച്ച് അത്താണിയിലുള്ള യാർഡിലോട്ടൊക്കെ എത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ബസ്സൊക്കെ ഡെലിവറി എടുക്കുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. എൻ്റെ കയ്യിൽ വലിയൊരു ഡ്രീമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ കണ്ടാണ് നമുക്കൊരു മോട്ടിവേഷൻ വന്നത് നാളെ ഒരു ബസ് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ടാവുന്നത് പോലെ.
അപ്പോൾ അത്രേ ഉള്ളൂ.